guys, welcome back to our channel Deva's Creative Space. അപ്പോൾ guys അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചാട്ടോ റൂം മേക്കോവർ. കാരണം ഈ റൂം നന്നായിട്ട് അലമ്പായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ കുത്തുവരയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ അലമ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചാൽ നിങ്ങൾ കണ്ടില്ല. അപ്പൊ അതൊക്കെ ഞാൻ അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ റൂം മേക്കോവറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭിത്തി ആദ്യം ഇങ്ങനെ പൊളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈർപ്പം കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ പെയിന്റ് അടിക്കുന്ന ഇക്കയോട് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞത് മൊത്തം പൊളിച്ച് കളയണമെന്ന്. അപ്പോൾ പാവൻ്റെ അച്ഛൻ അത് മൊത്തം പൊളിച്ചെന്നെ സഹായിച്ചു ഗൈസ്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ റൂമിന്റെ പണ്ടത്തെ ലുക്ക്. ആകെ കൂടെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. മാളും കുറെ കുത്തിയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ തന്നെ കലാവിരുന്ന് കൊണ്ട് ഞാനും കുറേയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് റൂമിലേക്ക് പെയിന്റ് അടിച്ച് തന്നത് ഈ ഒരു ഇക്കയാട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് വൈറ്റും ഗ്രീനും ആയിരുന്നു. അപ്പോൾ പെയിന്റ് നമ്മൾ മേടിച്ചിരിക്കുന്നത് സൂര്യ പെയിൻസിൽ നിന്നാട്ടോ. അവർക്ക് അവരുടെ ഔട്ട്ലെറ്റ് ബൺ റോഡിലും വൈക്കത്തും ഉണ്ട് കേട്ടോ. ഈ സൂര്യ പെയിൻസിന്റെ ഓണർ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് ഹരികൃഷ്ണൻ അങ്ങൾ എന്നെ നല്ല പച്ച കളർ ഇട്ട് എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈക്കത്തൊക്കെ ഉള്ളവർ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂട്ടോ അവരുടെ ഷോപ്പ്. അപ്പോൾ നമ്മുടെ റൂമിന്റെ പെയിന്റ് അടി കഴിഞ്ഞു. അങ്ങനെ മൊത്തം പരിപാടി കഴിഞ്ഞു. ലാസ്റ്റ് റൂം മേക്കോവറിന്റെ ടൈം ആയിരിക്കാണ്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ കോംബോ എന്നാണ് വൈറ്റ് ഗ്രീൻ കോംബോ ആട്ടോ. ഇത് പക്ക ഗ്രീൻ അല്ല, ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഭയങ്കര ലൈറ്റ് ഗ്രീൻ ആണ്. പക്ഷെ അടിച്ചപ്പോ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഫീൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലാസ്റ്റ് റൂം മേക്കറിന്റെ ടൈമാണ്. ഇനി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഭിത്തിലാട്ടോ ചെയ്യാൻ പോകുന്നത്. ഇത് ഗ്രീൻ കളറാണ്. ഇവിടെ ഞാൻ നമ്മുടെ റോപ്പ് ലൈറ്റ് ഇല്ലേ, ആ റോപ്പ് ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ തിരമാലയുടെ ഒരു ഷേപ്പിലാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ലൈറ്റ് എടുക്കാം. അപ്പൊ ഗൈസ് ആ ഭിത്തിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മറ്റേ റോപ്പ് ലൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റോപ്പ് ലൈറ്റ് ഈ തിരമാലകൾ പോലെ ആ ഒരു ഷേപ്പിൽ ഇതേപോലെ വെച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അത് നമ്മൾ ആദ്യം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചു. എന്നിട്ട് അത് ഇരിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ സെലോ ടേപ്പ് എല്ലാം കൂടെ ഒക്കെ വെച്ച് അത് എങ്ങനെയെങ്കിലും ഒരു ഫിറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ ഗൈസ് ഇതേപോലെ ആട്ടോ ഇപ്പൊ നമ്മള് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലൈറ്റ് ഇട്ടിട്ടൊന്ന് നോക്കാം. നമ്മൾ ലൈറ്റ് ഓഫ് എടാ, മറ്റേ ലൈറ്റ് ഓഫ് ചെയ്തേ, നമ്മുടെ ലൈറ്റ്. വാ, ഇതേപോലെയാണ് ഗൈസ് ഇപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗമുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പൊ ഗൈസ് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇല മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇച്ചിരി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിടാം. അപ്പൊ ഇതിന്റെ പുറത്തായ ഇലയും കൂടെ വരുമ്പോ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. ബാക്കിയല്ല നമുക്ക് അവിടെയും കൂടെ ഇല വെക്കണം എന്നാണ് എന്റെ ആഗ്രഹം. തികയോന്നാണെങ്കില നമുക്ക് നേരെ നോക്കി നോക്കാം. ഇത് നമ്മൾ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ തൂക്കിയിടാനാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മെസ്സായിട്ട് ഇങ്ങനെ ഇട്ടത് നല്ല രസം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം. ഗായ്സ് നമ്മൾ ഇലയും കൂടി കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കാരണം ആ ലൈറ്റ് വന്നപ്പോൾ ചെറുതായിട്ട് വൃത്തിയായിട്ട് ഫീൽ കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. ഇനി നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പോസ്റ്റേഴ്സ് ഒട്ടിക്കണം. പിന്നെ ഈ ഇല അവിടെ നമുക്ക് ആ ഒരു കോർണർ രീതിയിൽ കൊടുക്കണം. പിന്നെ ഈ 3 തട്ടില് വെക്കാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം. അപ്പൊ അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഗൈസ് പോസ്റ്റേഴ്സ് ഞാനിങ്ങനെ ഓരോ ഡിസൈൻ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് നോക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരുപാട് അടുപ്പിച്ചൊട്ടിക്കുന്നതുകൊണ്ട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഇച്ചിരി ഗ്യാപ്പ് ഞാൻ ഓരോ പോസ്റ്റേഴ്സ് തമ്മിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ഡിസൈൻ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഗൈസ് നമുക്ക് മിച്ചം വന്ന ഇല ഞാൻ ഇതേപോലെ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഒട്ടിച്ചു കൊടുത്തിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നവരായിട്ട് ഒട്ടിച്ചു കൊടുത്തത്. പക്ഷെ അതും കൂടെ വന്നപ്പോൾ ഭയങ്കര രസമായിട്ടോ ആ ഭിത്തിയൊക്കെ കാണാൻ. അപ്പോൾ ഗൈസ് പോസ്റ്റേഴ്സ് ഒട്ടിച്ചിട്ട് എങ്ങനെയുണ്ട്, ഈ ഓരോ പോസ്റ്റേഴ്സിൽ കുറച്ച് തോട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ ഗുഡ് തിങ്സ് ടേക്ക് ടൈം, മോട്ടിവേറ്റ് യുവർ സെൽഫ്, നെവർ ഗീവ് അപ്പ്, പിന്നെ കീപ് ഇറ്റ് സിമ്പിൾ, അങ്ങനെ പറഞ്ഞ ഒരുപാട് തോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പോസ്റ്റേഴ്സ്. ഇത് തന്നെ നമ്മൾ ഇപ്പുറത്തും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു പാറ്റേണിലാട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം കഴിഞ്ഞപ്പോൾ ഈ ഒരു കോർണർ ഇങ്ങനെയാട്ടോ വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പോസ്റ്റേഴ്സ് പൊളിയാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ 3 തട്ടി വെക്കാൻ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി.
അപ്പോൾ ഇതായി 4 സ്റ്റാച്യൂസൊക്കെ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഗൈസ് നമ്മുടെ റൂം മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റൂം കാണാൻ ഇങ്ങനെയാട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായിട്ട് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ഈ റൂം വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ടും. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ നമ്മുടെ റോപ്പ് ലൈറ്റ് ഇങ്ങനെ തിരമാല പോലെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇലയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോർണറിൽ നമ്മൾ പോസ്റ്റേഴ്സ് ഒരു പാറ്റേൺ, ഒരു 2 രീതിയിലുള്ള പാറ്റേണിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ 3 തട്ടിൽ നമ്മൾ മേടിച്ച് ഈ 4 സ്റ്റാച്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോട്ട് വിത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇല്ല 4 എണ്ണം അത് കൊടുത്തു. പിന്നെ ഏറ്റവും മുകളിലത്തെ ഇതിൽ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് കലാവിരുന്ന് സാധനങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോർണർ അങ്ങനെയാണുള്ളത്. പിന്നെ എന്താ ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഓമേഡ് പെഗ് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഞാൻ മാറ്റി വിട്ടു, കാരണം എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ റൂമിൽ കട്ടിലൊക്കെ മാറ്റണമായിരുന്നു കേട്ടോ. അതിനൊക്കെ അച്ഛൻ്റെ ഫ്രണ്ട് കണ്ണനെങ്കിലും നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ കട്ടനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു പച്ച കളറിൽ വൈറ്റ് ഒരു ഇല വരുന്ന കട്ടനാട്ടോ. ഇതും കൂടി വന്നപ്പോൾ ഈ റൂമിൻ്റെ ലുക്കേ ആകെ മാറിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പെഗ് ബോർഡ്. അത് മിക്കവാറും ഞാൻ ഉടനെ തന്നെ മാറ്റും. അപ്പം ഫുൾ മേക്ക് ഓവർ കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂം ഇങ്ങനെ ആയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.